ഇതിഹാസ നടൻ തിലകൻ്റെ പഴയകാല സ്റ്റൈലിഷ് ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയിൽ ചെറുപ്പം നിറഞ്ഞ തിലകനെയാണ് കാണാനാവുക. അച്ഛൻ ആർമിയിൽ ജോലി നോക്കിയിരുന്നപ്പോൾ എടുത്തതാണ് ഈ ചിത്രമെന്ന് തിലകൻ്റെ മകനും പ്രശസ്ത നടനുമായ ഷമ്മി തിലകൻ മനോരമ ഓൺലൈനിനോട് പറയുകയുണ്ടായി. കൈകൾ അലക്ഷ്യമായി പോക്കറ്റിൽ വച്ചിരിക്കുന്നു. അലസമായി മുകളിലേക്ക് നോക്കി പോസ് ചെയ്യുന്ന തിലകൻ ഹോളിവുഡ് കഥാപാത്രമായ വോൾവറിനെ അനുസ്മരിപ്പിക്കുന്നു എന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത്. 1962 ഈ ചിത്രമെടുക്കുന്നത്. ഇപ്പോൾ ഈ ചിത്രം എടുത്തിട്ടും 62 വർഷം പൂർത്തിയാകുന്നു. മൺമറഞ്ഞ പ്രശസ്ത എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ ജോൺ പോൾ തിലകൻ പട്ടാളത്തിൽ ജോലി നോക്കിയിരുന്നതിനെപ്പറ്റി സഫാരി ചാനലിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. പാലപ്പുറത്ത് കേശവൻ്റെയും ദേവയാനിയുടെയും മകൻ സുരേന്ദ്രനാഥ തിലകൻ പട്ടാളത്തിൽ ചേർന്നത് രാജ്യസ്നേഹത്താൽ ഉദ്ബോധിതനായിട്ടല്ല. മാതാപിതാക്കളെ ആശ്രയിക്കാതെ അവരുടെ അപ്രീതി വേണ്ടുവോളം കൊയ്തെടുത്ത് ധിക്കാരിയായ ആ ചെറുപ്പക്കാരൻ സ്വയം പര്യാപ്തത തേടി നടത്തിയ യാത്രയുടെ ഒരു പാദമെന്ന നിലയിലാണ് അദ്ദേഹം പട്ടാളത്തിൽ എത്തിച്ചേർന്നത്. അവിടുത്തെ ജീവിതത്തിനിടയിൽ അതിശൈത്യം മൂലമോ ഏതോ രോഗബാധ മൂലമോ അദ്ദേഹത്തിൻ്റെ കാലുകൾക്ക് സാരമായ ക്ഷതം സംഭവിച്ചു. അന്ന് മിലിറ്ററി ആശുപത്രിയിലെ ഡോക്ടർമാർ ആ കാല് മുറിച്ചു മാറ്റണം എന്ന നിഗമനത്തിൽ എത്തി. മിലിറ്ററി ആശുപത്രിയിലെ ഡോക്ടർമാർ അത്തരമൊരു തീരുമാനമെടുത്താൽ അത് നടപ്പിലാക്കുന്നതിന് ഈ രോഗബാധിതനായ വ്യക്തിയുടെയോ ആ കുടുംബത്തിൻ്റെയോ അനുമതി ചോദിക്കേണ്ടതില്ല. അങ്ങനെ പാതി തളർന്ന കാലുമായി രോഗാവസ്ഥയിൽ കഴിയുമ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആ പട്ടാള ക്യാമ്പ് സന്ദർശിക്കാനെത്തി. ചികിത്സയിൽ കഴിയുന്ന പട്ടാളക്കാരെ ആശ്വസിപ്പിക്കുന്നതിനായി മിലിറ്ററി ആശുപത്രിയിലും അദ്ദേഹം എത്തുകയുണ്ടായി. പ്രധാനമന്ത്രിയോട് ആരും ഒരു വാക്കുപോലും സംസാരിക്കരുതെന്ന കർശനമായ നിർദ്ദേശം ഓരോ പട്ടാളക്കാർക്കും നൽകിയിരുന്നു. ഓരോ കട്ടിലും സന്ദർശിച്ച് തിലകൻ്റെ കട്ടിലിനരികെ എത്തിയപ്പോൾ ബഹുമാനപൂർവ്വം അദ്ദേഹത്തെ തൊഴുതു. അടുത്ത കട്ടിലിലേക്ക് പോകുവാൻ നേരം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി, എനിക്ക് അങ്ങയുടെ ഒരു വാക്ക് സംസാരിക്കണം എന്ന് തിലകൻ പറഞ്ഞു. ഒരുപാട് പുരികങ്ങൾ ചുളിഞ്ഞുവെങ്കിലും സുരേന്ദ്രനാഥൻ പറഞ്ഞു, എൻ്റെ കാലുകൾ മുറിച്ചു മാറ്റാൻ ഏകപക്ഷീയമായി തീരുമാനിച്ചിരിക്കുകയാണ്. ഒരു പട്ടാളക്കാരൻ്റെയും അവയവങ്ങൾ അയാളുടെയോ അയാളുടെ കുടുംബത്തിൻ്റെയോ അനുവാദമില്ലാതെ ചെയ്യരുത് എന്ന വിനീതമായ അഭ്യർത്ഥന എനിക്കുണ്ട്. അത് അങ്ങ് സ്വീകരിക്കുകയും ഈ ശസ്ത്രക്രിയയിൽ നിന്ന് എന്നെ ഒഴിവാക്കുകയും വേണം. അതുമൂലമുണ്ടാകുന്ന ഏത് അപകടത്തിനും ഞാൻ മാത്രമായിരിക്കും ഉത്തരവാദി എന്ന് ഏറ്റെടുക്കുകയാണ്. ഒരു നിമിഷം ഈ തൻ്റേടിയായ ചെറുപ്പക്കാരനെ സാഗൂതം നോക്കിക്കൊണ്ട് ജവഹർലാൽ നെഹ്റു കടന്നുപോയി. അന്ന് തിരിച്ചെത്തിയ ശേഷം അദ്ദേഹം പുറപ്പെടുവിച്ച ഉത്തരവിൽ ഇത്തരത്തിൽ ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് രോഗിയുടെയോ രോഗിയുടെ ബന്ധുക്കളുടെയോ അഭിപ്രായം ആരാഞ്ഞിരിക്കണം എന്ന് നിർദ്ദേശിച്ചു. അങ്ങനെ രക്ഷപ്പെട്ടു കിട്ടിയ കാലുകളുമായിട്ടാണ് സൈനിക സേവനം അവസാനിപ്പിച്ച് സുരേന്ദ്രനാഥ തിലകൻ നാട്ടിലേക്ക് മടങ്ങിയെത്തിയത്. അദ്ദേഹം മടങ്ങിയെത്തിയത് നഷ്ടപ്പെട്ട കാലുമായിട്ടായിരുന്നെങ്കിൽ മലയാളത്തിൻ്റെ അഭിനയ സംസ്കൃതിക്ക് കാലത്തിൻ്റെ അതിരുകളോളം ആദരപൂർവ്വം ഓർമ്മിക്കാൻ കഴിയുന്ന ഒരു അഭിനയ പ്രഭുവിനെ നഷ്ടപ്പെടുമായിരുന്നു. ജോൺ പോളിൻ്റെ വാക്കുകൾ.